ഏതൊരു തരം മാനസിക പ്രശ്നങ്ങളുടെയും തുടക്കം ചൈൽഡ്ഹുഡിൽ നിന്ന്. നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളെ നമ്മൾ കാണുന്നു. ആ കാണുന്ന കാഴ്ചകൾ നമ്മളുടെ മനസ്സിലൂടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ബുദ്ധിയിലേക്ക് എത്തുന്നത്. നമ്മൾ കാണുന്ന കാഴ്ച വളരെ സന്തോഷമുള്ളതായിരിക്കും, അല്ലെങ്കിൽ സമാധാനമുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ അനുഭവിച്ച ഒരു വിഷമമാകുന്ന ഫിൽറ്ററിലൂടെ കടന്ന് ഇത് നമ്മളുടെ ബുദ്ധിയിലെത്തുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ കാണേണ്ട ആ കാഴ്ചയെ സന്തോഷത്തോടെ കാണാൻ കഴിയാതെ വളരെ വിഷമത്തോടെ കാണേണ്ടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കാഴ്ചയല്ല പ്രശ്നം, നമ്മളുടെ പെർസെപ്ഷനാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ ഒരു തെറ്റായ പെർസെപ്ഷനിലൂടെ നമ്മൾ നിരന്തരം കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിൽ പുതിയ പുതിയ ട്രോമകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മളുടെ ഉണ്ടായ ആ ട്രോമയുടെ മുകളിൽ കൂടുതൽ കൂടുതൽ ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പോയിന്റ് എത്തുമ്പോൾ അവനവന് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വയം ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരാൾ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ അനുഭവിക്കുന്നു എന്ന് സ്വയം അഡ്രസ്സ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു വികലമായ കാഴ്ച മൂലമുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിദാന പരിവർജനമാണ് ചികിത്സ. രോഗത്തിൻ്റെ കാരണത്തിനെ ഇല്ലാണ്ടാക്കുന്നതാണ് ചികിത്സ. അപ്പം ഈ ഒരു വിഷയത്തിൽ ആ ഒരു ഫിൽറ്ററിലൂടെ കാണുന്ന കാഴ്ചയാണ് നമ്മളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫിൽറ്ററിനെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് ചികിത്സ. അവനവൻ്റെ പ്രശ്നത്തിനെ അവനവന് മാത്രമേ കണ്ട് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു വ്യക്തിയെ കൊണ്ട് അയാളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിച്ച് അയാളുടെ മനസ്സിനാണ് ഈ വികാരങ്ങൾ ഫീൽ ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി, ഞാനല്ല എൻ്റെ മനസ്സ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി അവനവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങളെ കണ്ടെത്തി മനസ്സിൽ നിന്ന് കുറച്ച് ദൂരെ മാറി നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും മെഡിറ്റേഷന് സാധിക്കും.